ഈ ഓൾ ഞാൻ പാത്തുവാണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ആക്കാനും കൂടി വേണ്ടിയാണ്. പിന്നെ കുറച്ച് മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പറമ്പ് ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് കരുതി. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. അതായത് നമ്മൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചേഞ്ചസ് വരും. നമ്മളുടെ എന്താ പറയുക, വേസ്റ്റ് കത്തിക്കുന്നതിനെ കുറിച്ചാണ് മെയിനായിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ഒരു ഇക്ക വന്നിട്ടുണ്ട്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു തെങ്ങ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊന്ന് തടം എടുക്കാൻ വേണ്ടി വാപ്പ പറഞ്ഞിട്ട് വന്നതാണ് ആൾ. അപ്പോൾ ആൾ കാലത്തെ തന്നെ വന്നിട്ട് ആൾ ആ ഒരു പണിയിലായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു തെങ്ങ് അപ്പുറത്തുനിന്ന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് ഈ കിണറിൻ്റെ സൈഡിലും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ ഈ വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുന്ന ആ ഒരു റിങ്ങിലാണ് നമ്മൾ തെങ്ങ് വെക്കുന്നത്. അപ്പോൾ അവിടെ റിങ്ങിൽ വേസ്റ്റ് കത്തിക്കുന്നതായതുകൊണ്ട് അത്യാവശ്യം നല്ല ചാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞ് കിടക്കുവാണ്. അത് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് തെങ്ങിൻ്റെ തൈ കൊണ്ടുവന്ന് വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആൾ ആദ്യം തന്നെ അതിൻ്റെ മുകളിലുള്ള ചാരവും കാര്യങ്ങളൊക്കെ നീക്കിയിട്ട്, നമ്മൾ തലേ ദിവസം കൂടെ കത്തിച്ചതാണ്. അപ്പം മുകളിൽ ചാരം കാണുമ്പോൾ നമുക്ക് കരുതും മടി വരെ ചാരം തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷേ കൈക്കോട്ട് കൊണ്ട് ഇങ്ങനെ നീക്കി നോക്കുമ്പോഴാണ് നമ്മൾ കത്തിക്കുന്ന വേസ്റ്റ് പലതും അങ്ങനെ കത്താതെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ് കുറവാണ് എങ്കിലും കൂടിയിട്ട് മറ്റുള്ള തുണി, അതുപോലത്തെ ക്ലോത്ത് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്തിട്ട് കത്തിക്കുമ്പോൾ നമ്മൾ കത്തി തീർന്നെന്ന് കരുതി അങ്ങനെ തീയിട്ട് പോകലാണ് കേട്ടോ. പക്ഷേ അത് മുഴുവനായിട്ട് കത്തി തീരാതെ ഇതേപോലെ അങ്ങനെ അടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഭൂമിക്കും ബുദ്ധിമുട്ടാണ്. നമ്മൾ അത് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ല, അസ്വസ്ഥതയാണ്. നമ്മൾ കത്തിച്ച സ്ഥലം ഇത്രക്ക് അഴുക്ക് പിടിച്ച് കിടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മോശപ്പെട്ടൊരു കാര്യമാണ്. അതും കിണറിനോട് ചേർന്ന് തന്നെ ആകുമ്പോൾ ഭയങ്കര കഷ്ടമാണ്. അപ്പം അങ്ങനെ നമുക്ക് കണ്ടപ്പോൾ കുറച്ച് വിഷമമായെങ്കിൽ കൂടി പിന്നെ മുമ്പത്തെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ ഓൾറെഡി. അപ്പോൾ അതും കൂടെ എപ്പോഴും കുറച്ചധികം തന്നെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വന്നിട്ട് കുറേ അതിൻ്റെ മുകളിലെ വേസ്റ്റൊക്കെ വാരി നീക്കി അത് വേറെ എന്തെങ്കിലും രീതിയിൽ ഡിസ്പോസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുവാണ് കേട്ടോ. അപ്പം എന്താ ഒരു പകുതി ഭാഗം വരെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വേസ്റ്റ്. പിന്നെ അങ്ങോട്ട് അടിയിലോട്ട് ചാരം മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ കുറച്ചധികം താത്തിയിട്ട് നമുക്ക് ഈ ഒരു റിങ് എടുത്ത് മാറ്റിയിട്ട് എന്താ പറയുക, മുഴുവനോടെ കിട്ടുവാണെങ്കിൽ അതങ്ങനെ മാറ്റാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത്. എന്നിട്ട് തെങ്ങ്
അതിനുള്ള നനയൊക്കെ കഴിഞ്ഞിട്ട് ആളിതാ ഇപ്പുറത്ത് വന്നിട്ട് എനിക്ക് ഒരു പേരത്തൈ നട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ പേരത്തൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗാർഡനല്ല നമ്മുടെ നഴ്സറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു പേര. റെഡ് ഡയമണ്ട് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. എനിക്കറിയില്ല, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ബഡ് ചെയ്ത തൈയാണെന്ന് പറഞ്ഞപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ 2-3 സാധനങ്ങൾ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായി. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ പ്രാന്ത് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇപ്പോൾ ഗാർഡനിൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ ഒന്ന് പോയി എന്തെങ്കിലും ഒരു ചെടി വാങ്ങിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ നമ്മളുടെ നമ്മളുടെ പേരത്തൈയൊക്കെ ഒന്ന് നടാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ അടുത്തുള്ള വേറെ കുറച്ച് ചെടികൾക്കൊക്കെ ആൾ തടം വെച്ച് തരുന്നുണ്ട് കേട്ടോ. തടം കുറച്ച് കുറവായതുകൊണ്ട് അവയ്ക്ക് വളങ്ങൾ ശരിക്കും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് തടമൊക്കെ വെച്ച് തന്നിട്ടുണ്ടേ. അതിനിടക്കാണ് ഈ ഒരു സംഗതി കണ്ടത് കേട്ടോ. ഇതാരും വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇക്ക അവിടെ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്, അവിടെ ഒരു കൊള്ളി അടിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്, അത് പറിച്ചു തരട്ടെ, അതല്ലെങ്കിൽ അവിടെ നിന്ന് ആകെ കേടായി പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾ പറിച്ചു തന്നതാണ് കേട്ടോ. നല്ലതാണോന്ന് അറിയത്തില്ല, എന്തായാലും പറിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ പറിച്ചതാണ്. പറിച്ചു നോക്കിയപ്പം സംഭവം അടിപൊളി കിഴങ്ങായിരുന്നു. 1-2 പീസ് കിട്ടിയുള്ളൂ എന്നാണ്.